ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് 29th IFFKയുടെ വേദിയിലാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് മൗനരാഗം സീരിയലിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് അരുൺ സാറും കാർത്തിക് സാറും. നമുക്ക് അവരോട് തന്നെ ഈ IFFKയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നിങ്ങളുടെ ആദ്യമായിട്ടാണ് വരുന്നത് IFFKക്ക്? നമ്മളിവിടെ ശബരിമലയ്ക്ക് നമ്മൾ നോമ്പെടുത്ത് പോകുന്ന പോലെ വർഷങ്ങളായിട്ട് IFFKക്ക് വരുന്ന ആൾക്കാരാണ്. ഓരോ IFFK കഴിയുമ്പോഴത്തേക്കും അടുത്ത IFFKക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇനി ഞങ്ങൾക്ക് അടുത്ത IFFKയിൽ ഞങ്ങൾക്കൊരു സിനിമ ഉണ്ടാവട്ടെ എന്നാണ് ഓരോ വർഷവും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത IFFKയിൽ നമ്മുടെ ഒരു പടം ഇതിനകത്ത് കാണണം. അതാണ് നമ്മുടെ ആഗ്രഹം. നിർഭാഗ്യവശാൽ അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വരും, കഴിയുമായിരിക്കും. താങ്ക് യു. കാലിന് ഒരു ബസ് ആക്സിഡന്റ് പറ്റിയതാണ്. ഒരു ബസ്സിന്റെ ടയർ കാലിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് അത് അങ്ങനെയാണ്. ഈ ടെർമിനേറ്റേഴ്സിനൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ബസ് ടോട്ടൽ ലോസ് ആവും. എനിക്കില്ലായിരുന്നു, പുള്ളിക്കുണ്ടായിരുന്നു. പുള്ളി ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങളിവിടെ കിടന്നാണ്. അങ്ങനെ ഇത് സംഭവം എന്താണ്, നമ്മൾ IFFKക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയും ഇത്രയും ഒരു 3-4 വർഷമായിട്ട് IFFKക്ക് ഇവിടെ ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. നട്ടപ്പാതിര വരെ ഇവിടെ കാണും. ഇവിടെ നിന്ന് ഗേറ്റടച്ച് 11 മണിയാകുമ്പോൾ എല്ലാത്തിനും ഇവിടെ നിന്ന് ചവിട്ടി വെളിയിൽ ഇറക്കും. പിന്നെ എല്ലാം കൂടി അവിടെ മാനവീയത്വം പോകും. അവിടെ കൊട്ട് പാട്ട് ബഹളമായിട്ട് അവിടെ ഉണ്ടാകും. ശരിക്കും ഞങ്ങളൊക്കെ IFFK കൂടുന്നത് ഞാൻ ഇതുവരെയും ഒരു സിനിമ പോലും ഇതിനകത്ത് കണ്ടിട്ടില്ല. ഒരു സിനിമയും കണ്ടിട്ടില്ല. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ സിനിമ കാണും. എന്നെ കൊണ്ട് അതിനുള്ള സമയമില്ല എനിക്ക്. കാര്യം 100,000 പേരെ ഡീൽ ചെയ്യണം. ഇതെല്ലാം എൻ്റെ തലയിൽ കൂടെ പോകാനായിട്ട്. നമ്മുടെ കൂട്ടുകാരെല്ലാവരും വരും. കുറേ വർഷങ്ങളായിട്ടുള്ള ഈ IFFKക്ക് കഴിഞ്ഞ IFFKക്ക് കണ്ടിട്ട് പിന്നെ ഈ വർഷം കാണുന്ന ഒരുപാട് പേരുണ്ട്. വർഷത്തിലൊരിക്കലേ കാണുള്ളൂ. ഈ കുറച്ച് ദിവസങ്ങളിൽ കാണും. അവരെ എല്ലാവരെയും കാണണം, സൗഹൃദം പുതുക്കുക, കമ്പനി അടിക്കുക, പോവുക. നിങ്ങൾക്ക് ഇതൊരു പ്രൊജക്റ്റാണ്, സിലബസിൻ്റെ ഭാഗമാണ്. ഇത് വിസിറ്റ് ചെയ്യണം. ആണ് ഗോവയിൽ ഇപ്പം കഴിഞ്ഞുള്ളൂ. നിങ്ങളെ സീനിയേഴ്സ് ഇപ്പോൾ പോയി. അടുത്ത വർഷം നിങ്ങൾ പോകും. അപ്പോൾ അടുത്ത വർഷം നിങ്ങളുടെ ജൂനിയേഴ്സ് വീണ്ടും വിടും. അത് ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ അപ്പോഴും ഈച്ച അടിച്ച് ഇവിടെ ഇരിക്കും. ഹിന്ദിപ്പടം. വൈകുന്നേരം നിങ്ങൾക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. ഇന്ന് കണ്ട പടങ്ങളെക്കുറിച്ച് ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ചർച്ച ചെയ്യണം. ചെറിയ അത് എഡിറ്റ് ചെയ്ത് കട്ട്സാക്കി. നേരത്തെ വന്നിട്ടുണ്ട്. ഇടുക്കിയിലൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അടിമാലി സൈഡിലൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. മൂന്നാർ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. എരുമേലിയിലാണല്ലേ? അത് ശരി. എരുമേലിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പണ്ട് നാടകം കളിക്കാൻ വന്നിട്ടുണ്ട്. ഈ എരുമേലിയിൽ ഒരു സ്കൂളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥ കളിക്കാൻ വന്നിട്ടുണ്ട്. എരുമേലിയിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇല്ല, കഴിഞ്ഞു. ഹാപ്പി ആവൂല്ലേ? സന്തോഷം. അവരുടെ ആഗ്രഹം പോലെ തന്നെ അടുത്ത IFFKക്ക് അവരുടെ സിനിമ നമുക്ക് കാണാനായിട്ട് ഇടയാകട്ടെ. താങ്ക് യു.